ഇനി അടുത്ത പറ. പച്ചക്കള്ളം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അറിയാതെ ഇത് പഠിക്കാതെയാണ് പോയി ഒപ്പിട്ട് കൊടുത്തത്. അതെ പിണറായി വിജയൻ പറഞ്ഞാൽ വീട്ടിൽ പോയി പറയേണ്ടി വരും. അവിടെ ഇരുന്ന് കേട്ടോണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറയേണ്ടി വരും. അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. LDF സർക്കാർ ഒപ്പിട്ടു. ആനിലേട്ടൻ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അത് കിടന്നോർത്ത് കിടന്ന് മെഴുകുക, കിടന്നോർത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയുന്ന പഴയ നാടൻ ജോലികളുണ്ട്. അതാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയില് മുഖ്യമന്ത്രിയാണോ ജിൻഡോ ജോൺ ആണോ കള്ളം പറയുന്നത് എനിക്കൊരു സംശയമുണ്ട്. കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. ജിൻഡോ ജോൺ പറയുന്നത് ഇപ്പോഴൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത് നടപ്പാക്കാതിരിക്കാനാണ്. പക്ഷെ സതീശൻ പറയുന്നത് ഇന്നലെ പറഞ്ഞു കേട്ടത് അത് ഏത് സ്കൂളാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് കിട്ടണം, പിന്നെ സിലബസ് പാടില്ല. ഇത് രണ്ടോ പറയുന്നത്. ഒരാള് മദ്ദളത്തോടാ ഇതൊക്കെ പറയുന്നത്. ഈ നാട്ടുകാരെ പറ്റിക്കാൻ കയ്യും കാര്യം വെച്ച് മുഖ്യമന്ത്രിയുടെ വേഷവും കെട്ടി ഇറങ്ങരുത് സതീശൻ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് PMCയിൽ കക്ഷി ചേർന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന കേന്ദ്രമാണോ സംസ്ഥാനമാണോ? ഈ മാധ്യമപ്രവർത്തകർക്ക് അല്പം പോലും ആലോചിക്കാൻ ശേഷിയില്ലാത്തവരാണോ? സതീശനെ കള്ളം പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി പോകും? ഒരു ഇന്ത്യയിലെ PMC നടപ്പാക്കിയ ഏതെങ്കിലും സ്ഥലത്ത് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ? ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേട്ടോ. എന്താ പറഞ്ഞത്? കമ്മിറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ? സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് കിട്ടാനാണ് കമ്മിറ്റി വെച്ചത്. ഇങ്ങനെ തെരഞ്ഞെടുത്ത ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കാൻ മടിയില്ലാത്തൊരു ഭരണാധികാരിക്ക് വേണ്ടിയാണ് ജിൻഡോ ജോൺ ഇവിടെ എന്തെല്ലാം വാദങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് പുറത്തു കിടക്കാനുള്ള വഴിയാ തേടാൻ പോകുന്നത്. നേരവോ ആണെങ്കിൽ 3 കള്ളം ഇന്നലെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നാമത്തെ കള്ളം PMC ഫണ്ട് കേരളം കൈപ്പറ്റി എന്ന കള്ളം മുഖ്യമന്ത്രി പറയാൻ പാടില്ലായിരുന്നു. അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു. അതൊക്കെ എപ്പോഴേ കട്ട് ബോധിച്ചു. ഇത് മാധ്യമപ്രവർത്തകരുടെ കുഴപ്പമാണ്. ഏകപക്ഷീയമായി നമ്മൾ കൊടുക്കുന്ന സ്കൂളെന്ന അത് അപ്ലോഡ് അല്ല ശാൽകുമാർ. ഏകപക്ഷീയമായി നമ്മൾ പറയുന്ന സ്കൂളുകളെന്ന് അംഗീകരിച്ച് അപ്ലോഡ് അല്ല ചെയ്യുന്നത്. അത് വേറെ ടെസ്റ്റുകളുണ്ട്. അതിൽ കേന്ദ്രത്തിന്റെ റാറ്റിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതെ അത്രേ ഉള്ളൂ. ഏകപക്ഷീയമാണ്. നീ ഒന്നും പണയണ്ട. സ്കൂളുകളെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. അല്ലല്ല, നമ്മൾ തെരഞ്ഞെടുത്ത് കൊടുത്താൽ കേന്ദ്രം തീരുമാനിക്കും അത് വേണമെന്ന്. അതിന് വേറെ ചലഞ്ച് ടെസ്റ്റ് പോലെ സാധനം ഉണ്ട്. വേറെ നിർത്താമല്ലേ? സമയമില്ലാത്തോണ്ട്. അല്ലല്ല, അപ്പൊ പിന്നെ ആരാ തെരഞ്ഞെടുക്കുന്നത്? കേന്ദ്രവും സംസ്ഥാനവും. ആരാ തെരഞ്ഞെടുക്കുന്നത്? ഈ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണോ കേന്ദ്രമാണോ? കേന്ദ്രവും സംസ്ഥാനവും. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? അല്ലല്ല, നിങ്ങൾക്ക് തെറ്റി. ആഷ്മി ഇതൊന്നും അറിയാതെ പച്ചക്കള്ളം. ഇനി അടുത്ത പറ. പച്ചക്കള്ളം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അറിയാതെ ഇത് പഠിക്കാതെയാണ് പോയി ഒപ്പിട്ട് കൊടുത്തത്. അതൊക്കെ പറ, ഞാൻ ഒരു വക്കീലാണ്. താൻ എവിടുത്തെ വക്കീലാണോ? ഈ ജിൻഡോ ജോണൊക്കെ ജീവിച്ചിരിക്കുന്ന ഭൂതകാലത്തിലാണ്. ജിൻഡോ ജോണൊക്കെ അറിയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ പഴങ്കഥകൾ, ഉദാഹരണമായിട്ട് വിദേശയാത്ര. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ വിദേശയാത്ര പോയി നിന്ന് ഇവിടെ പറഞ്ഞു. അപ്പം രാഹുൽ ഗാന്ധി പട്ടായ പോയതിന്റെ എണ്ണം ഞാൻ പറയണോ? ഫാസിസത്തിനെതിരെ സമരം പട്ടായയിലാണ് നടത്തേണ്ടത്. നമ്മളൊരു ചർച്ച വരുമ്പോൾ അതിന്റെ സബ്ജക്റ്റിൽ ഒതുങ്ങി നിൽക്കാനുള്ള മര്യാദ കാണിക്കണം. തിരിച്ചു പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചു പറയാനുള്ള ശേഷി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടല്ല. അത് വരുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ പഴംപുരാണായിട്ട് തരത്തില്ല. അല്ല, പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തിനു പോയതാണ്? ഞാൻ പറയട്ടെ, പട്ടായയിലാണ് ഇരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ രാഹുൽ ഗാന്ധി പട്ടായ പോയത് നിങ്ങളുടെ പാർട്ടിക്കാർ എന്ന് നന്നാവും. ഇങ്ങനെയുള്ള ചർച്ച കുടുംബത്തെ കൂട്ടി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഘപരിവാറിനെതിരെ പോരാട്ടം താങ്കൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ പട്ടായ പോയതിൽ ഇദ്ദേഹത്തിന് വല്ല വിഷമമുണ്ടോ? പട്ടായ നമ്മുടെ ചർച്ചാ വിഷയമല്ല. പട്ടായ പറഞ്ഞ ബാക്കി കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലും പട്ടായ വിടുന്നു. പട്ടായ ഇഷ്ടമുള്ള ആൾക്കാർ പോട്ടെന്ന്. പട്ടായ പിടിക്കല്ലേ ആൾക്കാർ പറഞ്ഞു പൂർത്തിയാക്കും. പട്ടായ ഇഷ്ടമുള്ള ആൾക്കാർ പോട്ടെ. ഗംഭീര സ്ഥലമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെ, ആ ഗംഭീര സ്ഥലത്ത് പ്രതിപക്ഷ നേതാവായ മാന്യൻ കർഷക സമരം നടക്കുമ്പോൾ പോയത് ഫാസിസത്തെ തോപ്പിക്കാനാണ്. എന്നിട്ട് ഫാസിസം തോറ്റു മടങ്ങിയിട്ടാണ് പുള്ളിക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ? അതുകൊണ്ട് അധികം ഒന്നും ഇത്തരം പരിപാടിയായിട്ട് ഇറങ്ങരുത്.
ആരെങ്കിലും എഴുതി തരുന്ന സാധനം വെച്ചിട്ട് കമ്പോസ് ചെയ്തിട്ട് ഞങ്ങളെ കടന്നാക്രമിക്കാൻ വരാൻ പാടില്ല. ഇതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് അനിൽകുമാർ, നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംഘപരിവാർ കാശ്മീരുടെ ബാധ്യതയാണ്. എന്റെ സമയത്ത് ഇടപെടാൻ സാധ്യമല്ല. കാശ്മീരുടെ ബാധ്യതയാണ് തർക്കമില്ല. ശ്രീ അനിൽകുമാർ താങ്കൾ പറഞ്ഞോളൂ, അതിന്റെ ഉത്തരവാദിത്വം താങ്കൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് പറയാൻ സൗകര്യം തന്ന സമയത്ത്, ഞങ്ങൾക്ക് പറയാൻ സൗകര്യമുള്ള സമയത്ത് ചുട്ട മറുപടി തരും. പൊളഞ്ഞാലും പൊളഞ്ഞില്ലേലും അവിടെ നിന്ന് കേട്ടോണം. മേലാൽ ഇത്തരം വർത്തമാനമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളരുത്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. അതെ, പിണറായി വിജയൻ പറഞ്ഞ വീട്ടിൽ പോയി പറയേണ്ടി വരും. അവിടെ ഇരുന്ന് കേട്ടോണം എന്ന് പറഞ്ഞ വീട്ടിൽ പോയി പറയേണ്ടി വരും. ചോദ്യത്തിനുള്ള മറുപടി ആണെങ്കിലും കേൾക്കും. പറഞ്ഞപ്പോ ഇരുന്ന് കേട്ടു. മനസ്സിലായില്ലേ? അല്ല, ജിൻഡോ താങ്കൾ പറഞ്ഞപ്പോൾ അൽകുമാർ ഇടപെട്ടില്ല. അൽകുമാർ പറഞ്ഞപ്പോൾ കേട്ടോളൂ. ഞങ്ങൾക്ക് വരാം. നിങ്ങൾ പറഞ്ഞപ്പോ ഇരുന്ന് കേട്ടു. നടന്ന് കേൾക്കോ? നിങ്ങൾ പറഞ്ഞപ്പോ ഇരുന്ന് കേട്ടു. അല്ല, പോയിന്റിലേക്ക് വരുന്നത് താങ്കൾ എന്തിനാ? താങ്കളുടെ പാർട്ടി എന്തിനാ PMC ഒപ്പിട്ടത്? മര്യാദയ്ക്ക് ഇരുന്ന് കേട്ടോണം. അത് തന്നെ കേട്ടോണം. പോയിന്റ് അങ്ങോട്ട് ആദ്യം പറയണം. ആദ്യം ഇതങ്ങ് ക്ലിയർ ചെയ്തിട്ട് മതി. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരിച്ചങ്ങോട്ട് കിട്ടുമ്പോ പിടയ്ക്കരുത്. ഒരു മാറ്റവും ഇല്ലല്ലോ. അതുകൊണ്ട് മേലാൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ വിഷയത്തിൽ സംസാരിക്കൂ. ഞാൻ വിഷയത്തിലാണ് സംസാരിച്ചത്. ഞങ്ങൾ 5-10 അധികാരത്തിരുന്നു. കേന്ദ്ര സർക്കാർ കേസ് നടത്തി. രാജ്യത്തെത്ര കേസുകൾ. ഒരു ചോദ്യം ഞാൻ പറയാം. കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൽ ഒപ്പിടരുതെന്ന് VD സതീശൻ ഗവർണർക്ക് നിവേദനം കൊടുത്ത ആളാണ്. പിണറായി വിജയൻ ആ പണിക്ക് പോകത്തില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. LDF സർക്കാർ ഒപ്പിട്ടു. അനിലേട്ടൻ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അത് കിടന്നോർത്ത് കിടന്ന് മെഴുകുക, കിടന്നോർത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയുന്ന പഴയ നാടൻ ജോലികളുണ്ട്. അതാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ സാങ്കേതികത്വം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഒന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്ന കാര്യം വളരെ കൃത്യമല്ലേ. അദ്ദേഹം പറഞ്ഞ സെക്രട്ടറി ഒപ്പിട്ടു എന്നാണ്. ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ആരായിരുന്നു? അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലേ. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു. 24 അടക്കമുള്ള പത്രക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് ഞങ്ങൾ ഒപ്പിട്ടിട്ടു, കാശ് കിട്ടാൻ വേണ്ടി എന്നല്ലല്ലോ പറഞ്ഞത്, ഞങ്ങൾ ഒപ്പിട്ടു. അപ്പോൾ ഇവരെന്താ ചോദിച്ചത്? അപ്പോൾ NEP അംഗീകരിക്കുന്നുണ്ടോ? നിലപാടുകൾ മാറ്റിയോ? കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ. നിങ്ങളുടെ മന്ത്രിയാണ് പറഞ്ഞത്. അത് ഉദ്യോഗസ്ഥയല്ലട്ട പറഞ്ഞത്, നിങ്ങളുടെ മന്ത്രിയാണ് പറഞ്ഞത്. എന്ത്? അത് നിലപാടുകൾ എന്നും ഹിഡനായിരിക്കേണ്ടതല്ല, മാറ്റേണ്ടതാണ്. അത് മാറ്റിയിട്ടുണ്ട്. അതിലെന്താ കുഴപ്പം? അതിൽ വലിയ കുഴപ്പമൊന്നും NEP കാണാനില്ല എന്ന് പറഞ്ഞത് ശിവൻകുട്ടി എന്ന കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. ആ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥ പോയി ഒപ്പിട്ടതാണ്. അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വേഗം മന്ത്രിസഭ തിരുത്തി. അതല്ല ശിവൻകുട്ടി, അനിൽ കുമാർജി. എന്താ ഉണ്ടായെന്നറിയാമോ? നിങ്ങളത് കൃത്യമായി അത് ഒപ്പിട്ട ദിവസത്തിൽ നിന്ന് അതിന് മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ ചർച്ച നടത്തി. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഡൽഹിയുമായിട്ട് കൃത്യമായിട്ട് ചർച്ച നടത്തി. ചർച്ച ചെയ്തതിൻ്റെ പേരിൽ ധാരണാപത്രം, പരസ്പരം ധാരണയുണ്ടാക്കി, പരസ്പരം ഉഭയസമ്മതപ്രകാരം കൃത്യമായി ധാരണ ഉണ്ടാക്കി. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി.